ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നാളെ വിഷ്ണുവേട്ടനെ കോടതിയിൽ ഹാജരാക്കുമ്പോ വിഷ്ണുവേട്ടന്റെ രൂപത്തിലോ ഭാവത്തിലോ മാറ്റവും വരരുത്. അതുകൊണ്ട് ഇപ്പൊ വിഷ്ണുവേട്ടനെ ഞങ്ങൾക്കൊന്ന് കാണണം. അതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ലല്ലോ. മാത്രമല്ല, വക്കീല് തന്റെ കക്ഷിയെ കാണാൻ വരുമ്പോ സാധിക്കില്ല എന്ന് പറയാനും പറ്റില്ലല്ലോ. ഇവരെ വിഷ്ണുവിനെ കാണിക്കേ. സർ, വരൂ. വിഷ്ണുട്ടാ, 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 എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വിഷ്ണുട്ടാ, ഇവർ ഉപദ്രവിക്കോ മറ്റോ ചെയ്തോ? അർജുനേട്ടാ, വിഷ്ണുവേട്ടന്റെ ഒരു ഫോട്ടോ എടുക്കണം. നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോ ഈ രൂപത്തിലുള്ള വിഷ്ണുവേട്ടനെ തന്നെയാണ് ഇവർ എത്തിക്കുന്നതെന്ന് അറിയില്ലല്ലോ. കാരണം ഈ രാത്രി ഇവരെ നിർബന്ധപൂർവ്വം പിടിച്ചു വാങ്ങിച്ച രാത്രിയാ. അതുകൊണ്ട് തന്നെ ഈ രാത്രിയെ ഭയക്കണം. വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കും. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി തരണം. ഏതെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ? വിഷ്ണുട്ട, കഴിഞ്ഞ ദിവസം രാത്രിയിൽ വിഷ്ണുട്ട മാറി നിന്നത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടാണോ? സത്യം പറയണം. എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ആ ക്യാഷുമായിട്ട് വിഷ്ണുട്ടൻ പോയത് വേലായുധന് കൊടുക്കാനായിരുന്നോ? വിഷ്ണുട്ട, വളരെയധികം സങ്കീർണമായ രീതിയിലായി കേസ് മുന്നോട്ട് പോകുന്നു. നേരിന്റെ ഒരു കണികയെങ്കിലും ഒളിപ്പിക്കാൻ ശ്രമിച്ച പിന്നെ വിഷ്ണുവേട്ടനെ എനിക്കെന്നല്ല, ദൈവത്തിന് പോലും രക്ഷിക്കാനാവില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അതല്ലേ ഞാൻ ഇവിടെ എല്ലാം പറയുന്നേ. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അർജുനേട്ടാ, വിഷ്ണുവേട്ടനോട് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം. സർ, രേഖപ്പെടുത്താത്ത മൊഴിയുടെ പേരിൽ 3-ാം മുറ പാടില്ല. ഈ മുറിയുടെ ഒരുക്കങ്ങൾ കണ്ടിട്ട് സംശയം തോന്നിയോണ്ട് പറഞ്ഞതാ. ഞങ്ങള് 3 പേര് വന്ന് വിഷ്ണുവേട്ടനെ നേരിട്ട് കണ്ടതും ഈ ഒരൊറ്റ കാര്യം മനസ്സിലുള്ളതുകൊണ്ട് തന്നെയാ. വിഷ്ണുട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല.